Okay, my dear students, here we are discussing about the center of gravity and moment of inertia in the module 1 of physics 2. It's the third part of this is the third part of our video. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, അത് മാത്രമല്ല ടോർക്ക് എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, ദെൻ അഗെയിൻ ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ, all then parallel axis theorem, perpendicular axis theorem, all that will be discussed here. Okay, center of gravity. What is center of gravity? Every body is attracted by earth towards its center. Okay, all the body, എല്ലാ ബോഡിയും ഏൽച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ആകർഷിക്കും in all directions. The resultant of these forces of attraction is the weight of that body. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ വെയിറ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്, ഭൂമിയുടെ ആകർഷണം, അതൊക്കെ നമുക്കറിയാം. ദി പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ദിസ് റിസൾട്ടൻറ്റ് ഓൺ ദി ബോഡി ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ആ അട്രാക്ഷൻ ഫോഴ്സിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റ് അതിൻ്റെ ഒരു പോയിന്റിലൂടെ കടന്നു പോകും. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ദി center of gravity. You consider this body, point G. This point G indicates the center of gravity. Actually, we assume that the mass is concentrated here. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്, that is also called the center of mass. Okay, here the center of gravity and the center of mass both are same here. Then the point G indicates the center of gravity where the whole mass of body is assumed to be concentrated. ഇവിടെയാണെന്ന് നമ്മൾ ഇത് കാണാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഒരു ആക്സിസ് ഓഫ് സിമട്രി ഇതിങ്ങനെ വരയ്ക്കുക. ഇതിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിസ് ഓഫ് സിമട്രി ആണത് അല്ലേ. രണ്ട് സൈഡും ഒരുപോലെ ഇരിക്കും അതിൽ വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. another axis of symmetry here, both are meeting here. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, that will be the center of gravity. Then what is torque? Another term is torque. Actually the torque is the turning effect of a force is called the torque or the turning moment. Torque is also called the turning moment. ടോർക്കിനെ നമ്മൾ ടേണിംഗ് മൊമെൻ്റ് എന്നും പറയാറുണ്ട്. അത് ടേണിംഗ് എഫക്റ്റ് ഓഫ് ദി ഫോഴ്സ്. ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ ടേൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ടേണിംഗ് എഫക്റ്റ് എന്ത് മാത്രമുണ്ട്, ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ദി ടോർക്ക്. നമ്മളിപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ടൈറ്റനിങ് ഓഫ് എ നട്ട് ബൈ മീൻസ് ഓഫ് എ സ്പാനർ. ഈ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഗിവിങ് ദ ടോർക്ക്. ഓക്കെ, എ ടേണിംഗ് എഫക്റ്റ് ഈസ് സപ്ലൈഡ്. ദാറ്റ് സപ്ലൈഡ് തിങ് ഈസ് നത്തിങ് ബട്ട് ദ ടോർക്ക്. നമ്മൾ ആ കൊടുത്ത സംഗതി അങ്ങനെ ടൈറ്റ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ, ആ ടേൺ ചെയ്യുന്നു. ആ ടേണിംഗ് എഫക്റ്റിനെ പറയുന്ന, ഫോഴ്സിൻ്റെ ടേണിംഗ് എഫക്റ്റിനെ പറയുന്ന പേരാണ് ടോർക്ക്. ദെൻ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. ടോർക്ക് T can be find out force into radius. There are two things, force is there, then radius, that is distance. Force into radius is the torque. Then what will be the unit of that torque? Force is Newton. The unit of force is Newton. The unit of radius is meter. The Newton meter is the unit of torque. Okay, the best example, tightening of a nut by means of a spanner. If we are applying a force here, some torque will be experienced. The force F, that may be 20 Newton into this distance. Here it is 1 meter. 20 into 1. 20 Newton meter is the torque. Clear? Likewise, if the force is acting here, നമ്മൾ ഇവിടെ പിടിച്ചാണ് ടൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോഴ്സ് is acting here, B ആണെങ്കിൽ the force is 10 Newton. Suppose it is 10 Newton and the distance is 2 meter. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 10 into 2 is equal to 20 Newton. അപ്പോൾ ഇവിടെയും നമുക്ക് 20 Newton കിട്ടി, ഇവിടെയും 20 Newton തന്നെ. അതിനെന്താണ് പ്രത്യേകത? ഫോഴ്സ് വിൽ ബി മോർ ഇൻ ദിസ് കേസ്. 20 Newton. ഇവിടെ ഈ നട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ ഫോഴ്സ് ഹാസ് ടു ബി ഗിവൺ
നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. മറിച്ച് നമ്മൾ ഇവിടെ പിടിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിലോ, വി ആർ ഗിവിങ് ദ ഫോഴ്സ് ഹിയർ, ഇവിടെ പിടിച്ചുകൊണ്ടാണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഓൺലി 10 ന്യൂട്ടൺ, ഇതിൻ്റെ പകുതി ഫോഴ്സ് കൊടുത്താൽ മതി, ഈസി ആയിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ദാറ്റ് ഈസ് ദ ഐഡിയ. ആ ഐഡിയയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ഇഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് ദ ഫോഴ്സ് ക്യാൻ ബി ഡിക്രീസ്ഡ് ഫോർ എ പർട്ടിക്കുലർ ടോർക്ക്. ഇവിടെ കൊടുക്കേണ്ട ഒരു പർട്ടിക്കുലർ ടോർക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിക്കുന്നതിനേക്കാൾ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി ഇവിടെ പിടിക്കേണ്ടതാണെങ്കിൽ. എനിവേ, ദാറ്റ് ടേണിംഗ് എഫക്റ്റ് ഈസ് നോൺ ആസ് ദി ടോർക്ക് ദാറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് by F into R, force into distance or force into radius. Actually it is radius itself. This distance is the radius, because when turning it become a circle. When turning it become a circle. Its radius will be this length. So this length is denoted by R or radius. Clear? This effect is known as the torque. Our next topic is radius of gyration. Radius of gyration. What's it? Consider a rigid body rotating about an axis. The whole mass of body is concentrated at a point that is known as the center of mass. You consider this body. ഇതാണ് ബോഡി. ഈ ബോഡിയുടെ this is the center of mass. Center of mass ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ്. And this body is rotating. This whole body is rotating about this axis OX. ഇതിനെ about ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? അവിടെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. എനിവേ, ദാറ്റ് ബോഡി ക്യാൻ ബി റൊട്ടേറ്റഡ്. ഓക്കെ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് മാസ്, ഇതാണ് സെൻറ്റർ ഓഫ് മാസ്, ആൻഡ് ദി റെഫറൻസ് ആക്സിസ് ഓർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതല്ലേ ആക്സിസ് ഓഫ് ഇത് ഈ ആക്സിസിന് OX എന്ന് പറയുന്ന ഈ ആക്സിസിനെ അബൌട്ട് ആയിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ഹിയർ, ദിസ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഫിഗർ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി പറയാം. ദ സെയിം ഫിഗർ നോക്കൂ. യു കൺസിഡർ ദ സെയിം ബോഡി, എ റിജിഡ് ബോഡി, ആൻഡ് ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് G. ഇതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക, ഈ കാണുന്ന G. സപ്പോസ് ദിസ് ഹോൾ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് OX. OXനെ ആസ്പദമാക്കിക്കൊണ്ട് അതിന് റൊട്ടേറ്റ് ചെയ്യുന്നു ഈ ആക്സിസിൽ. ഇതാണ് അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ കേട്ടോ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതാണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ്, അതായത് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ദിസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് is taken as or is the radius of gyration denoted by K1. കേസ് ഏതാണ് അല്ലേ? ഒന്നാമത്തെ കേസ്, ബോഡി റൊട്ടേറ്റ്സ് അബൌട്ട് OX. ഇതാണ് OX. ഈ OXനെ അബൌട്ട് ആയിട്ട് ദിസ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, that is the radius of gyration. Likewise, take the second case. The same body, ഇതേ ബോഡി റൊട്ടേറ്റ്സ് അബൌട്ട് OY. ഈ വെർട്ടിക്കൽ ആക്സിസ്, ഈ വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. ഇങ്ങനെ കറങ്ങാലോ, ഇങ്ങനെയാണ് കറങ്ങണതെന്ന് വിചാരിക്കൂ. നേരത്തെ ഇങ്ങനെയല്ലേ കറങ്ങിയേ, അതിന് പകരം ഇത് ഇങ്ങനെയാണ് കറങ്ങണതെന്ന് വിചാരിക്കുക. അബൌട്ട് Y ആക്സിസ് ഓർ OY ആക്സിസിന് അബൌട്ട് ആയിട്ട് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ, ദെൻ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ആ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് K2. ക്ലിയർ? ദിസ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതിലാണെങ്കിൽ ഈ ആക്സിസിനെ ആസ്പദമാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതിനെ അബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ക്ലിയർ? നെക്സ്റ്റ് ടേം ഈസ് moment of inertia. Moment of inertia, another term. അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുന്നതിന് മുൻപ്, അതിൻ്റെ ഐഡിയ എന്താണെന്ന് കൃത്യമായിട്ട് പറയാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് പോകാം. ലെറ്റ് M ഈസ് ദ മാസ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇതിൻ്റെ ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാർട്ടിക്കിളിൻ്റെ സപ്പോസ് ഇറ്റ്സ് മാസ് ഈസ് M എന്ന് വിചാരിക്കുക. R ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്.
ഇതാണല്ലോ ആക്സിസ്. എക്സ് വൈ എന്നുള്ള ആക്സിസിലേക്ക് എടുക്കണോ, അല്ലെങ്കിൽ വൈ വൈ എന്ത് കൊടുത്തോളൂ, എൻ ആക്സിസ്. അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണെന്ന് വിചാരിക്കുക. 6 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ മോമെൻറ്റ്? Moment will be m into r. Mass into radius is known as the moment. This is the moment. Clear? If again multiplied by r, ഇതിനെ ഒന്നും കൂടി r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെ ഒന്നും കൂടി നമ്മൾ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? m into r. Okay? Or mr square. That is the moment of inertia. Clear? This is known as the moment of inertia. ഈ ഒരു പാർട്ടിക്കിളിൻ്റെ moment of inertia about this axis ആണെന്ന് ഞാൻ പറഞ്ഞത്. About this axis will be mr square. അതെങ്ങനെ? മാസ് into this distance again into this distance. m into r equals mr square. That is the moment of inertia of this simple particle. In the same way, what is the moment of inertia of this whole body? ഈ മുഴുവൻ ബോഡിയുടെയും moment of inertia കാണണമെന്നുണ്ടെങ്കിലോ, there are a lot of particles like this. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലേ? m1 m2 m3 എക്സെട്ര ആർ ദി എലമെൻ്ററി മാസസ്. എന്ന് വെച്ചാൽ ഇത് ഓരോ പാർട്ടിക്കിളിൻ്റെയും മാസ് എടുക്കുക. ഇത് m1, ഇത് m2, ഇത് m3, അങ്ങനെയൊക്കെ എടുത്തു. ഓരോന്നിനുള്ള ഡിസ്റ്റൻസുകളും വി ആർ finding the moment of inertia about this axis. AB എന്നുള്ള ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള moment of inertia ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെൻ്റ് m1, ഡിസ്റ്റൻസ് ഈസ് r1. ആ ഒരു പാർട്ടിക്കിളിൻ്റെ മാത്രം moment of inertia ഇപ്പോൾ എത്ര വരാം? മാസ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് m1 ഇൻറ്റു r1 സ്ക്വയർ will be the moment of inertia of this particle, m1 r1 square. Okay. Likewise, what is the moment of inertia of this particle? Second one. The moment of inertia of this particle will be m2 into this distance, again this distance, m2 into r2 or m2 r2 square. That is the moment of inertia of the second one. What about the moment of inertia of the third particle? 3. m3 is the mass of this particle and r3 is the distance. Then the moment of inertia of that third particle equals m3 r3 square. ഇനി അതുപോലെ 4 5 ഒക്കെ ഉണ്ടെങ്കിൽ in the same way ആ എലമെൻസിൻ്റെ ഒക്കെ ആ എലമെൻ്ററി പാർട്ടിക്കിളിൻ്റെ ഒക്കെ തന്നെ moment of inertia കാണാൻ പറ്റും. Then take the sum of all these. ഇതിൻ്റെ എല്ലാത്തും കൂടി അങ്ങ് കൂട്ടുക, എല്ലാം കൂടി അങ്ങ് കൂട്ടുക, സം ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് എത്രയാണോ, ദാറ്റ് വിൽ ബി ദ moment of inertia of this whole body. Moment of inertia of the whole body will be equal to m1 r1 square plus m2 r2 square plus m3 r square plus and so on. This can be written like this. Moment of inertia of the whole body I equals സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ. ഓരോന്നിന് എം ഐ ആർ ഐ എന്ന് പറഞ്ഞാൽ ഐ മേ ബി 1 2 3 വാട്ട് എവർ മേ ബി. ഓക്കെ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സം ചെയ്താൽ കിട്ടുന്നത് എന്താണോ, ദാറ്റ് വിൽ ബി ദ moment of inertia of the whole body. This is the idea of the moment of inertia. The definition can be written. ഇത് കഴിഞ്ഞുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിൻ്റെ ഡെഫിനീഷനിലേക്ക് പോകാം. ദേ നോക്കിക്കോളൂ, ഇവിടെ കാണിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ് ഡെഫിനീഷനിൽ പറഞ്ഞിരിക്കുന്നത്. moment of inertia of the whole body is equal to m1 r1 square plus m2 r2 square plus m3 r3 square. അത് തന്നെയാണ് ഡെഫിനീഷൻ. The moment of inertia of a body with respect to any axis in the plane is defined as the sum of, ഇതെവിടെ നിന്നാണ് ശ്രദ്ധിക്കേണ്ടത്, sum of ഒക്കെ കൂടി കൂട്ടണം അല്ലേ, product of elementary masses and square of their distances to the axis. മാസും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും തമ്മിലുള്ള പ്രോഡക്റ്റ്, അതിൻ്റെ കൂടെയുള്ള സമ്മ്, ദാറ്റ് ഈസ് ദ moment of inertia. Actually moment of inertia is the rotational inertia. അങ്ങനെ പറയാറുണ്ട് അതിനെ, റൊട്ടേഷണൽ ഇനർഷ്യ ആണ്. ഇനർഷ്യനെയാണ് നമ്മൾ ഇനർഷ്യ നമുക്കെന്താ അറിയാം, ഇറ്റ് ഈസ് ദ
tendency to continue the state of rest or uniform motion. That is inertia. The rotational inertia is known as the moment of inertia. Then in moment of inertia there are two major theorems. First one is the perpendicular axis theorem, then there is parallel axis theorem. ഈ രണ്ട് തിയറംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഐഡിയ ആദ്യം പറഞ്ഞതിന് ശേഷം ഡെഫിനിഷനിലേക്ക് പോയാൽ മതി. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അതെന്താണെന്ന് മനസ്സിലാക്കണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നോക്കിക്കോളൂ. യു കൺസിഡർ ദിസ് ബോഡി, ആൻ ഇറഗുലർ ഷേപ്പ്ഡ് ബോഡി ഈസ് ഷോൺ ഹിയർ. This is the horizontal axis xx. This one is the vertical axis yy. Then perpendicular to this plane, perpendicular to this board or this screen, there is another axis that is can be taken as zz, xx, yy and zz. There are the three axes. Okay, all these axes are mutually perpendicular. Suppose the moment of inertia of this body about xx, ഈ xx എന്ന് പറയുന്ന ഈ ആക്സിസിനെ ആസ്പദമാക്കിയിട്ട് ഇതിൻ്റെ മോമെൻ്റ് ഓഫ് ഇനർഷ്യ ദാറ്റ് മേ ബി ഐ എക്സ് എക്സ് അത് കണ്ടുപിടിച്ച് നമ്മൾ എത്രയാണ് ഐ എക്സ് എക്സ് ആണെന്ന് മനസ്സിലായി. അവിടെ നിൽക്കട്ടെ, mr² ഒക്കെ വെച്ച് നമ്മൾ കണ്ടതല്ലേ. ദെൻ ഐ എക്സ് എക്സ് ആണെന്ന് മനസ്സിലായി. ദെൻ മോമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സെയിം ബോഡി എബൌട്ട് വൈ വൈ ആക്സിസ്, ഈ വൈ വൈ ആക്സിസിനെ എബൌട്ടായിട്ട് ഇതിൻ്റെ മോമെൻ്റ് ഓഫ് ഇനർഷ്യ കാണുക. ദാറ്റ് മേ ബി ഐ വൈ വൈ, അത് ഐ വൈ വൈ എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ മോമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെഡ് സെഡ്, സെഡ് സെഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് ബോത്ത്, എക്സ് എക്സിനും വൈ വൈക്കും പെർപെൻഡിക്കുലർ ആണ്. ദെൻ ഇറ്റ് പാസസ് ത്രൂ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു, അതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷനിലുള്ള പോയിന്റിൽ കൂടെ അത് കടന്നു പോവുകയും ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഐ സെഡ് സെഡ്. എനിവേ ഐ സെഡ് സെഡ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. അപ്പോൾ ഇതിൻ്റെ മോമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെഡ് സെഡ് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നൊക്കെ പറയൂ കേട്ടോ. അവിടെ നിൽക്കട്ടെ. ഐ സെഡ് സെഡ് കാണാനായിട്ട് ഐ സെഡ് സെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഐ എക്സ് എസ് എന്താണ്? മോമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദിസ് എക്സ് എക്സ് ആക്സിസ്. വാട്ട് ഈസ് ഐ വൈ വൈ? മോമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് വൈ വൈ ആക്സിസ്. ക്ലിയർ? സം ഓഫ് ദീസ് ടു ഇൻഡിക്കേറ്റ്സ് ദ moment of inertia about zz. This theorem is known as the perpendicular axis theorem. Clear? This theorem is called perpendicular axis theorem. ഇനി അതിൻ്റെ വെർബൽ ഡെഫിനേഷൻ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുള്ളൂ. ഇഫ് ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ ആർ ദ മോമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി ഓഫ് മാസ് എം about two mutually perpendicular axes. ശരിയല്ലേ? ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലേ, എക്സും വൈയും വൈയും. അതിൻ്റെ മോമെൻ്റ് ഓഫ് ഇനർഷ്യ എക്സും വൈ ഐ എക്സ് എക്സും ഐ വൈ വൈയും ആണെങ്കിൽ ദെൻ ദ മോമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി മാസ് about an axis zz which is perpendicular to the both xx and yy and passes through the intersection of xx and yy is equal to izz equals ixx plus iyy. നിങ്ങളിതിൻ്റെ ഡെഫിനീഷൻ ചോദിക്കുമ്പോൾ ഇത് വെച്ചുകൊണ്ട് പറയുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക, എളുപ്പമായിരിക്കും. ഇതായിരിക്കും ഇത് ഓരോന്നും എന്താണെന്ന് പറയേ വേണ്ടൂ. ഓക്കെ, ഇത് വരയ്ക്കുക. Then izz is equal to ixx plus iyy, where ixx is equal to moment of inertia about xx axis, iyy equals moment of inertia about yy axis, izz is equal to moment of inertia about zz axis. Clear? അത്രയും പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ഈസ് പാരലൽ ആക്സിസ് തിയറം. നെക്സ്റ്റ് ഹെഡിങ് ഈസ് പാരലൽ ആക്സിസ് തിയറം. നേരത്തെ നമ്മൾ കണ്ടതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലേ, ഇത് പാരലൽ ആക്സിസ് തിയറം. ഇതെന്താണെന്ന് നോക്കാം. യു കൺസിഡർ ദ സെയിം ബോഡി. ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മേ ബി സംവെയർ ഹിയർ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് അറ്റ് ജി. ഇതിൻ്റെ സെൻറ്ററിൽ ഇത് എവിടെയാണ്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഇവിടെ വരച്ചിട്ടുണ്ട് കണ്ട, അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ്. ഓക്കെ, ഈ ആക്സിസിന് പാരലായിട്ട് മറ്റൊരു ആക്സിസ് വരച്ചിരിക്കുന്നത് എ ബി. അവ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എച്ച്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ആക്സിസ് ആൻഡ് ദിസ് ആക്സിസ് ബോത്ത് ആർ പാരലൽ.
ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ആക്സിസ് ഈസ് എച്ച്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ആദ്യം നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. നോക്കാം. ഇപ്പോൾ ഐ ജി, ലെറ്റ് ഐ ജി ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ജി. ഈ ജി എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഉണ്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് അബൌട്ട് ദാറ്റ് ആക്സിസ് വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി? ഐ ജി. അതിന് ഐ ജി എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടു അബൌട്ട് ദിസ് ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ എസ് ഐ ജി. അത് ഐ ജി ആയിട്ട് എടുത്തു. ഓക്കെ, പക്ഷെ നമുക്കതല്ല കാണേണ്ടത്. ഇതിൻ്റെ ഈ ബോഡിയുടെ മാസ് എം ആണ് കേട്ടോ. ഇതിൻ്റെ മാസ് എം ആണ്, അവിടെ എഴുതി വെച്ചേക്കണം. നമുക്ക് കാണേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി എബൌട്ട് ആക്സിസ് എ ബി. ഇതിനെ എബൌട്ട് ആയിട്ടുള്ള നമുക്ക് അറിയാം, പക്ഷെ അതല്ല നമുക്ക് ആവശ്യം കാണേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ ബി. ഇതാണ് നമുക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. എങ്ങനെ? ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ ബി, അതായത് എ ബി ഈക്വൽസ് ഐ ജി. അത് നമുക്കറിയാലോ, അത് നമുക്കറിയാമെന്നല്ല പറയുന്നത് നേരത്തെ. ഐ ജി പ്ലസ് എം എച്ച് സ്ക്വയർ. എം എന്താണ്? മാസ്. എം എന്ന് പറഞ്ഞാൽ മാസ്. എച്ച് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച്. ഐ ജി പ്ലസ് എം എച്ച് സ്ക്വയർ. ദിസ് തിയറം ഈസ് നോൺ ആസ് ദി പാരലൽ ആക്സിസ് തിയറം. ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം. വെർബലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. വാട്ട് ഈസ് പാരലൽ ആക്സിസ് തിയറം? പാരലൽ ആക്സിസ് തിയറം, യു ഷുഡ് ഡ്രോ ദിസ് ഫിഗർ വരയ്ക്കണം. then draw the axis through the center of gravity. വരയ്ക്കുക. then draw a parallel axis AB. then distance between these two axes is marked as h. എന്ന് മാർക്ക് ചെയ്തു. then moment of inertia of this body about this axis passing through G is taken as IG. IG means moment of inertia about axis passing through G. അതെഴുതി. ഇതിൻ്റെ മാസ് എം ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ദെൻ എ ബി എന്താണ്? എ ബി ഇസ് എൻ ആക്സിസ് പാരലൽ ടു ദിസ് വൺ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ ബി, ഈ സെയിം മെറ്റീരിയലിൻ്റെ സെയിം ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ ബി ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. ഐ എ ബി ക്യാൻ ബി ഫൈൻഡ് ഔട്ട് യൂസിങ് ദ ഫോർമുല ഐ ജി പ്ലസ് എം എച്ച് സ്ക്വയർ, where Ig is the moment of inertia of this body about the axis passing through G. Then m is the mass, h is the distance between these two. Okay, this is the parallel axis theorem. Next is moment of inertia of a circular disc. ചില ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്പുകളുടെ, ഞാൻ സർക്കുലർ ഡിസ്ക് ആണ് മെയിനായിട്ട് പറയുന്നത്. സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അത് നമുക്ക് കാണാനൊക്കെ പറ്റും. അത് കാണുമ്പോൾ എത്ര വരും എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. യൂസിങ് ദാറ്റ് റിലേഷൻ വി വിൽ ഡു ദ പ്രോബ്ലംസ്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ യു കൺസിഡർ ദിസ് സർക്കുലർ ഡിസ്ക്. ഇതാണ് സർക്കുലർ ഡിസ്ക്. അതിൻ്റെ ഒരു ഡയമീറ്ററാണ് എ ബി. അനദർ ഡയമീറ്റർ ഈസ് സി ഡി. അല്ലേ? ഇത് രണ്ടും ഡയമീറ്റേഴ്സ് തന്നെയാണ് അല്ലേ? എത്ര ഡയമീറ്റർ വേണമെങ്കിൽ വരയ്ക്കാം. എനിവേ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ്. ഇത് എക്സ് ആക്സിസിലുള്ള ഡയമീറ്റർ, ഇത് വൈ ആക്സിസിലുള്ള ഡയമീറ്റർ, രണ്ടും വരച്ചിട്ടേക്കുന്നു. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ ബി, ഈ എ ബിക്ക് ആസ്പദമാക്കിക്കൊണ്ടുള്ള ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അത് തന്നെയായിരിക്കും സി ഡിക്ക് ആയാലും കേട്ടോ. രണ്ടും ഒരുപോലെ തന്നെയല്ലേ? രണ്ടും മ്യൂച്വലി രണ്ട് ലെങ്ത്തൊക്കെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രണ്ടും ഈക്വൽ ആയിരിക്കും. എനിവേ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ ബി, എ ബിക്ക് ആസ്പദമാക്കി ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്ര വരും? 1/4 ഇൻറ്റു എം ആർ സ്ക്വയർ. 1/4 ഇൻറ്റു എം ആർ സ്ക്വയർ ആയിരിക്കും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ഡിസ്ക് എബൌട്ട് എ ബി. ക്ലിയർ? ലൈക്ക്വൈസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സി ഡി, ഇതാണ് സി ഡി അല്ലേ? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സി ഡി ഇതെങ്ങനെ വരും? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സി ഡി ദ സെയിം എ ബിയുടെ പോലെ തന്നെ വരും അല്ലേ? നേരത്തെ പോലെ തന്നെ വരും. 1/4 എം ആർ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? എം ആർ സ്ക്വയർ. നമ്മളൊന്ന് സെഡ് ആക്സിസ് വരച്ചിട്ടില്ല, അത് നമുക്ക് അടുത്തിന് നോക്കാം. ഇനി ഇത് രണ്ട് മനസ്സിലായല്ലോ. ഐ എ ബി മീൻസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ഡയമീറ്റർ എ ബി, ദാറ്റ് ഈസ് 1/4 എം ആർ സ്ക്വയർ.
അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് CD, this diameter is same 1.4 mr². അതിൽ m എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസാണ്, r എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആണ്. അത് കേട്ടാൽ തന്നെ അറിയാവുന്ന കാര്യമുള്ളൂ, mr². ഇനി നോക്കൂ, നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ZZ, അതെന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണെന്ന് അല്ലേ. അപ്ലൈയിങ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് IAB, ഇത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് AB എന്താണ്, IAB ആണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് CD എന്താണ്, ICD. ഇത് രണ്ടും നമുക്കിപ്പോൾ അറിയാം. അറിയാം, അതറിയാമെന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് IZZ എന്താ പറയുക, IZ, ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ അല്ലേ അത്, അതിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ കടന്നു പോകുന്നതല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് നമുക്ക് അപ്ലൈ ചെയ്തൂടെ. IZZ = IXS + IYY. ഇത് IXS ആണല്ലേ, IAB എന്ന് പറഞ്ഞാൽ IXS അല്ലേ ഇത്. അതെ, IAB + ICD, ഇത് രണ്ടും കൂടി ഇങ്ങ് കൂട്ടിയാൽ പോരെ IZZ കാണാനായിട്ട്. അപ്ലൈയിങ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ. ദേ ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. IZZ = IXS + IYY. അപ്ലൈയിങ് ദാറ്റ്, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IAB + ICD will be the IZZ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം IAB എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞേ, IZZ കാണാനായിട്ട് IZZ = IAB + ICD അല്ലേ. IAB എന്തായിരുന്നു, 1/4 mr². അതിവിടെ എഴുതി കൂടെ, 1/4 mr². IAB എന്ന് പറയുന്നത് 1/4 mr² പ്ലസ് ICDയോ 1/4 mr². രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരാ, 1/2 mr². രണ്ടും കൂടി കൂട്ടിയതല്ലേ, കാലും അര, അത്രേ ഉള്ളൂ. 1/4 + 1/4 = 1/2. 1/2 mr². Then the moment of inertia of a circular disk about ZZ axis equals half mr². The same circular ഡിസ്കിൻ്റെ നമ്മളിപ്പോൾ ഏതൊക്കെ കണ്ടു, സർക്കുലർ ഡിസ്കിൻ്റെ ABക്ക് ആസ്പദമാക്കിയിട്ട് കണ്ടു, CD ക്ക് ആസ്പദമാക്കിയിട്ടുണ്ട്. എബൌട്ട് AB കണ്ടു, എബൌട്ട് CD കണ്ടു, ദെൻ എബൌട്ട് ZZ കണ്ടു നമ്മൾ. വൺ മോർ, എബൌട്ട് ടാൻജൻറ്റ്. ഇതിൻ്റെ ഒരു ടാൻജൻ്റ് ആണെന്ന് വിചാരിക്കുക. ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് പാരലായിരിക്കില്ലേ, ABക്ക് പാരലായിരിക്കില്ലേ. ഇങ്ങനൊരു ഡയമീറ്റർ ഉണ്ടെങ്കിൽ ആ ഡയമീറ്ററിന് പാരലായിട്ടുള്ളൊരു ടാൻജൻ്റ് ഉണ്ടാവുമല്ലോ, ടാൻജൻ്റ് ഉണ്ടാവും. അങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ടാൻജൻറ്റ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു IPQ = 5/4 mr². അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ അപ്ലൈയിങ് പാരലൽ ആക്സിസ് തിയറം. അതിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ബൈ പാരലൽ ആക്സിസ് തിയറം വി വിൽ ഗെറ്റ് 5/4 mr² will be the moment of inertia about the tangent of that disk. Here the third part ends. We will discuss, more discussion will be there in the moment of inertia, and some problems has to be solved. That will be continued in the part 4. Okay, thank you.